ഫ്രണ്ട്സ്, എന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് ഇവിടെ. പിന്നെ എന്നെ കണ്ടാരും പേടിക്കണ്ട, ഞാൻ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. നല്ല മടിയായിരുന്നു, ഇന്നും രാവിലെ നല്ല മടിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, മടിയിൽ നിന്ന് പുറത്ത് വന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 ടേക്കെങ്കിലും ആയിട്ടുണ്ട്. എപ്പോഴാണ് ഒന്ന് ശരിയായിട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം അതുപോലെ മടിയായിട്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താണെങ്കിലും വീഡിയോ എടുത്തിട്ടേ കാര്യമുള്ളൂ. എത്ര മടിയാണെങ്കിലും ഇതിനെ ഒന്ന് ഓവർകം ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഈ വീഡിയോ തുടങ്ങിയിട്ടോ. ഇന്ന് വേറൊന്നുമില്ല, നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സിറ്റി സെൻറ്ററിൽ. കൂടാതെ ഇപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ തീമിലുള്ള ഇഷ്ടം പോലെ സാധനങ്ങളും കാണും. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസിൻ്റെയും ഇതിൻ്റെയും മാർക്കറ്റ്സൊക്കെ എങ്ങനെയാണെന്നുള്ളതും അങ്ങനെയുള്ള വീഡിയോ കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്കിന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര മടിയാണ്, ഒരു രക്ഷയില്ലാത്ത മടിയാട്ടോ കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പം കുക്ക് ചെയ്യാനും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ മടിയാണ്. അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് എന്തായാലും പുറത്ത് പോലെ വെളിയിൽ നിന്ന് കഴിക്കാം. അപ്പോൾ അതിനുള്ള ടേബിളൊക്കെ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ടേബിൾ കിട്ടാൻ നല്ല പാടായിരിക്കും. കാരണം ഇന്ന് സാറ്റർഡേ അല്ലേ, അതുപോലെ ക്രിസ്മസ് ഷോപ്പിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുള്ളതായിരിക്കും എല്ലാവരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ബുക്ക് ചെയ്യട്ടെ. അജേഷേട്ടൻ കുളിക്കാൻ കയറി, ആ സമയം കൊണ്ട് ഞാൻ പോകാനുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്യട്ടെ. അങ്ങനെ ടേബിൾ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. അജേഷേട്ടൻ കുളിച്ചിട്ട് ഇറങ്ങാറായിട്ടുണ്ട്. ഇനി റെഡി ആയില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നല്ല സമയം പോകും. അപ്പം അഭിനെ റെഡിയാക്കി ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അതെ, നമ്മൾ റെഡിയായി ഇറങ്ങി നേരെ സിറ്റി സെൻറ്ററിലേക്കാണ് നമ്മൾ നടന്നാട്ടോ പോകുന്നത്. കാരണം സിറ്റി സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടാണ്, പിന്നെ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ കുറച്ച് വൈകിട്ടോ വരത്തുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കാത്തത്. പിന്നെ ഇവിടുന്ന് ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ നമുക്ക് നടക്കാനായിട്ട് സിറ്റി സെൻറ്ററിലേക്ക്. നമുക്ക് അത്ര അടുത്ത് നമ്മൾ താമസിക്കുന്നത്. ഇത് നമ്മൾ സിറ്റി സെൻറ്റർ പോകുമ്പോൾ എടുക്കുന്ന ഒരു ഷോർട്ട് കട്ട് ആട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു ഫോറസ്റ്റാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക, കുറുക്കനുണ്ട്, മുള്ളമ്പന്നിയുണ്ട്, അതുപോലെ മാനുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ രാത്രി സമയങ്ങളിൽ നടക്കാൻ വന്ന് ഇതിനെയൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക, സമ്മർ ആകുമ്പോൾ മറ്റേ ബ്ലാക്ക്ബെറി അല്ലേ ചേട്ടാ? ബ്ലാക്ക്ബെറി ഉണ്ട്, അതുപോലെ ആപ്പിളുണ്ട്, പിന്നെ പ്ലം, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഒരു ആപ്പിളിൻ്റെ മരമാണ് ഈ കാണുന്നത്. ഇനി ഞാൻ സമ്മറിൽ നടക്കാൻ വരുമ്പോൾ നിങ്ങളെ അതൊക്കെ കാണിച്ചു തരാം ഈ ഇതുണ്ടാവുന്നത്. പിന്നെ ഈ സൈഡിൽ കൂടെ നിറയെ ബ്ലൂബെറി ആയിരിക്കും. പിന്നെ ഇന്ന് നല്ല തണുപ്പുള്ളതുകൊണ്ടാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്റർ എത്തിയിട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാൻട്രി മോളിലേക്കാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സിറ്റിയിലൊക്കെ. ചാൻട്രി മോളിൽ ചെന്നപ്പോൾ അവർ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമില്ലേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ? എല്ലാ വർഷവും ഇവരിത് ചെയ്യുന്ന കേട്ടോ. പിന്നെ മോള് മാത്രമല്ല, ഇവിടുത്തെ ഓരോരോ കുട്ടി ഷോപ്പും അവർ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഏത് ഷോപ്പിൽ ചെന്നാലും കൂടുതലും ഐറ്റംസ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നത്. അതിപ്പോൾ ഏത് ഷോപ്പാണെങ്കിലും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയത് H&Mലേക്ക്. കാരണം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടല്ലോ. അജയ് ചേട്ടനും അവിടെയാണ് ഷോപ്പിംഗ് കൂടുതലുള്ളത്. ഞാൻ ഇന്ന് ഷോപ്പിംഗ് ചെയ്യുന്നില്ല, കാരണം ഇവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്ക് പേഷ്യൻസ് വളരെ കുറവാണ്. എനിക്ക് കുറച്ച് സമയം എടുക്കും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അജയ് ചേട്ടനുള്ള ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് പുതിയൊരു അസിസ്റ്റൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്താൽ മതി, കൈ പിടിച്ചുകൊണ്ട് നടന്നോളും. അങ്ങനെ അജയ് ചേട്ടൻ എടുത്ത ഡ്രസ്സൊക്കെ പിന്നെ പോയി ട്രൈ ചെയ്ത് നോക്കുന്നതായിട്ട് ഈ കാണുന്നത്. അജയ് ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ പോയത് അവിക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പം ഓഫർ ഉള്ളതുകൊണ്ടാണ് ഞാൻ H&M എന്നൊക്കെ അവിക്ക് ഡ്രസ്സ് എടുക്കുന്നത്. ഇല്ലേ കൂടുതലും ഞാൻ പ്രൈമാറിക്കിൽ നിന്നാണ് അവിക്ക് ഡ്രസ്സ് എടുക്കുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അജയ് ചേട്ടനെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ നിർത്തിയിട്ട് അവിക്ക് ലൈറ്റിംഗ് കാണണമെന്ന് പറഞ്ഞിട്ട് കടയുടെ ഉള്ളിൽ തന്നെ നിന്നും ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ ഞാനും അവയും കൂടെ ഇറങ്ങി ലൈറ്റിംഗ് കാണാൻ വേണ്ടി വന്നതാണ്. അവയ്ക്ക് ആ ലൈറ്റിംഗ് പിടിക്കണം, പക്ഷെ എന്ത് ചെയ്തിട്ടും പിടിക്കാൻ പറ്റുന്നില്ല. ആ ഗ്ലാസ്സിന് അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കേട്ടോ, പിള്ളേർക്ക് അങ്ങനെ എത്തത്തില്ല. താഴെ മാത്രമല്ല മുകളിൽ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. എനിക്ക്
ഈ നവംബർ, ഡിസംബർ ഇല്ലെങ്കിൽ ജനുവരി ഈ സമയത്ത് വെളിയിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവും. അതുപോലെ അതിൻ്റെ കൂടെ ഈ ലൈറ്റിങ്ങും കൂടെ വരുമ്പോൾ ഭയങ്കര രസമാട്ടോ രാത്രിയിൽ ഇതിൽ നടക്കാനും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. അങ്ങനെ മോളിൽ നിന്ന് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പം ഇവിടെയും കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ചും കൂടെ കാണാൻ കൂടുതലും ഭംഗി രാത്രിയിലാണ്. പിന്നെ അവിടെ കുറച്ച് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവയ്ക്കും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിർത്തി അവനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമുക്കിതെല്ലാം കാണാൻ ഒരു ദിവസം രാത്രിയിൽ ഇറങ്ങാം. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പ്രൈമാർക്കിലേക്കാട്ടോ. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ എന്നും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും കേട്ടോ. നല്ല രസം അത് കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. ഇനി നമുക്ക് പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം. അജീഷേട്ടൻ ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. ഞാനും അവൻ്റെ ഈ ഡെക്കർ ഐറ്റംസ് ഒക്കെ കണ്ടു നിൽക്കുമായിരുന്നു. ഇത് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. കാരണം ഇത്രയും ഐറ്റംസ് ഞാൻ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ക്രിസ്മസ് ട്രീ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ കൂടുതൽ പിന്നെയും കുറച്ചും കൂടെ കാണുന്നുണ്ട്. പക്ഷെ ഞാനൊരു 2021 ഇങ്ങോട്ട് വരുന്ന സമയത്തൊന്നും നമ്മുടെ നാട്ടിൽ അത്രയും ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു സ്റ്റാർ മാത്രമായിരുന്നു കൂടുതലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണെങ്കിലും നമ്മുടെ ലിവിങ് റൂം മുതൽ കിച്ചൺ അതുപോലെ എല്ലാ സ്ഥലവും ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇത്രയും നമുക്ക് വീടിനെ ഒരു ക്രിസ്മസ് എറ്ററിലേക്ക് മാറ്റാം എന്നുള്ളൊരു ഇതൊക്കെ കണ്ടു തുടങ്ങിയത്. അതുപോലെ റീത്ത് ഇവർ ഓരോ ഇത് അതായത് കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ ഡെക്കറേഷനെല്ലാം എന്താ പറയുക, ഓരോ വിൻ്റർ ആകുമ്പോൾ ഒരു ടൈപ്പ്, ഇല്ലെങ്കിൽ ക്രിസ്മസ് ആകുമ്പോൾ വേറെ റീത്ത്, അങ്ങനെ ഡിഫറെൻറ്റ് റീത്തും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർ മാറ്റും കേട്ടോ. ഇതൊക്കെ റൂമിൽ വെക്കാനുള്ള ഓരോരോ ഡെക്കറേറ്റീവ് ഐറ്റംസ് ക്രിസ്മസ് തീമിലേക്കുള്ള. നമുക്ക് ലിവിങ് റൂമും അങ്ങനത്തെ കുഷ്യൻസും കാര്യങ്ങളും. ഈ കാണുന്നത് മൊത്തം നമ്മുടെ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ. എത്ര വെറൈറ്റിയാണ്. ഞാൻ സാധാരണ ബോളും പിന്നെ ഈ മണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ അകത്താണെങ്കിലും പല വെറൈറ്റി ഉള്ള സാധനങ്ങളുണ്ട്. ചെറിയ മിനി എന്താ പറയുക നമ്മുടെ കോഫി മഗ് പോലത്തേത്, അതുകൂടാതെ ചെറിയ ക്യാമറ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ കുറച്ച് എന്താ പറയുക നമ്മളൊന്ന് ശരിക്കും റീഫ്രഷ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ലിവിങ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമും എന്താ പറയുക ക്രിസ്മസ് തീമിലേക്ക് മാറ്റാൻ പറ്റിയ ബെഡ്ഷീറ്റും തലോണ കവറും അതുപോലെ ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. പിന്നെ കുറച്ച് ടോയ്സും പിള്ളേരുടെ സെക്ഷനിൽ ചെന്നാലും ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവയ്ക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്റ്റോറി ഞാൻ പോകുന്ന വഴിക്ക് പറയാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ താഴെ ഇറങ്ങി അവയ്ക്ക് കുറച്ച് ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ കാണുന്നതും ഞാൻ പറഞ്ഞില്ല അവി അവിടെ നിന്നൊരു ടോയ് എടുത്തായിരുന്നു, അതായിരുന്നു കേട്ടോ അവൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി താഴെ പിള്ളേരുടെ ടോയ് സെക്ഷനിൽ വന്നാലും നമ്മുടെ എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട ടോയിനെയൊക്കെ ക്രിസ്മസ് തീമിലേക്ക് മാറ്റി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ. അതായത് നമ്മുടെ സ്പൈഡർമാനെയും എല്ലാത്തിനെയും പിടിച്ച് എന്താ പറയുക ക്രിസ്മസ് പപ്പയുടെ ആക്കിയൊരു രീതിയിലായിരുന്നു കേട്ടോ. ഈ ടൈപ്പൊക്കെ ക്രിസ്മസ് പപ്പേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പം എനിക്ക് തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു എന്താ പറയുക ഇതെല്ലാം വാങ്ങിക്കാനും മേടിക്കാനും ഒക്കെ. അപ്പോൾ പിന്നെ പിള്ളേരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, വാങ്ങല്ലെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇടയ്ക്ക് എനിക്കിഷ്ടം തോന്നിയിട്ട് ഞാൻ അവയ്ക്ക് മേടിച്ചു കൊടുക്കും, അവയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാലും. ഇപ്പം മറ്റേ ടോയ് അജയ് ചേട്ടൻ ബില്ല് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് അവയ്ക്ക് ഡോങ്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോങ്കിന് വേണമെന്ന് പറഞ്ഞിട്ടായി അടുത്തത്. ഡോങ്കി മാത്രമല്ല പല രീതിയിലുള്ള പെൻകിൻസ്, അതിനെ എന്താ പറയുക പല ഡ്രസ്സിങ്ങും പല കളറിലും ഒക്കെ ഉള്ള പെൻകിൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക നമുക്കിത് വാങ്ങിക്കാം എന്ന് തോന്നുന്ന ടൈപ്പുള്ള എന്താ പറയുക ടോയ്സൊക്കെ ആയിരുന്നു. ഇനി ടോയ്സിൻ്റെ കാര്യം കഴിഞ്ഞാൽ വീട് മൊത്തം കഴിഞ്ഞല്ലോ ഡെക്കറേഷൻ. പിന്നെ നമ്മുടെ ക്ലോത്തിങ് ഐറ്റംസും എല്ലാം ഇങ്ങനെ എന്താ പറയുക ക്രിസ്മസ് തീമിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ്ങിന് പോയി. അവിടെയാണെങ്കിലും നല്ല വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ബില്ലിംഗ് ഒക്കെ ചെയ്തിറങ്ങിയപ്പോഴാണ് പറഞ്ഞത് അവയ്ക്ക് ആ ടോയ് വേണ്ട, ഡോങ്കിനെ മതി എന്നും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. എന്നാൽ പിന്നെ പോയി മാറ്റിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പോസ്റ്റ് ആക്കിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഡോങ്കിന് ബില്ല് ചെയ്യാൻ പോയി, മറ്റേത് തിരിച്ചു കൊടുത്തിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അവി പോയി ഡോങ്കിനെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അവി ഭയങ്കര ഹാപ്പിയായി. ചില സമയത്ത് ഇങ്ങനെയാണ്, നമ്മളൊരു ബില്ലടിക്കുന്നിടം വരെ അവയ്ക്ക് ആ ഒരു എന്താ പറയുക സാധനത്തിനോടുള്ള ഇഷ്ടം കാണുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവയ്ക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് എല്ലാം പോകും. അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒരു വകയായിട്ടോ നടന്ന് മടുത്തു. അവയ്ക്കാണേലും വിശക്കാൻ തുടങ്ങി. അവയാണ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയി പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ.
നമ്മൾ നേരത്തെ ടേബിൾ ബുക്ക് ചെയ്തേക്കണ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ടേബിളൊക്കെ കിട്ടി. ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർക്ക് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. നമുക്ക് കിട്ടിയ സീറ്റിൻ്റെ ഇവിടുന്ന് ഉള്ളൊരു വ്യൂ ആണ് ഇത്. നല്ല അടിപൊളിയല്ലായിരുന്നു. അപ്പോൾ നിങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ഷോപ്പിംഗ് കൂടെ ഉണ്ട്. കുറച്ച് ഷോപ്പിംഗേ ഉള്ളൂ കേട്ടോ. സമയം ഏകദേശം 2:30-3 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടില്ലേ, രാത്രി ആവുന്ന പോലെ ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 4-4:30 ആകുമ്പോഴത്തേക്കും ഇപ്പം നല്ല ഇരുട്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 7 മണി 8 മണിയൊക്കെ പോലെ ആവും. 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം. പിന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി കൂടെ ഷോപ്പിംഗ് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷൂ സോണിലേക്കാട്ടോ. എനിക്കൊരു ഷൂ മേടിക്കുന്നു. കുറേ നാളായി തപ്പി നടക്കുന്നു. എനിക്ക് പറ്റിയതോ ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് എന്താണേലും മാറ്റിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ചേട്ടൻ വാശി പിടിക്കുമായിരുന്നു. എന്നാൽ ശരി മേടിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ കയറിയതായിരുന്നു. അങ്ങനെ 2-3 ഷൂ ഒക്കെ നോക്കി അവസാനം ഞാൻ വന്നുപെട്ടത് ഈ 2 പക്ഷേ ഇത് രണ്ടുമല്ല ഞാൻ എടുത്തത്, ഇതാണ് ഞാൻ എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പൗണ്ട്ലാൻഡിലേക്കാട്ടോ. കുറച്ച് ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും പൗണ്ട്ലാൻഡിൽ കയറുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മൾ പിന്നെ പ്രൈമാർക്കിനകത്ത് കൂടുതലും ഈ എന്താ പറയുക ഫ്രാഗ്രൻസ് ക്യാൻഡിൽ മേടിക്കുന്നത്. അവിടുന്ന് മേടിക്കാൻ മറന്നുകൊണ്ട് ഇവിടെ നോക്കാം എന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ പോയി നോക്കിയിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവിടെയും എല്ലാം തന്നെ ക്രിസ്മസിൻ്റെ തീമിലായിരുന്നു. നമ്മുടെ ചോക്ലേറ്റ് വരെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ രീതിയിൽ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇനി ഇങ്ങ് പോയി എന്താ പറയുക, ഫുൾ കട മൊത്തം ക്രിസ്മസിൻ്റെ ഒരു തീമിലേക്ക് മാറും കേട്ടോ. അങ്ങനെ അവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കുറേ ദിവസമായിരുന്നു നമുക്ക് ബസ്സിന് കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കും. കാരണം അവയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ബസ്സിൽ പോകുന്നത്. അതും മുകളിലത്തെ ഫ്ലോറായിരുന്നു അവന് കൂടുതലും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് വീട്ടിലെത്താറായിട്ടോ. ഞങ്ങൾ തിരിച്ചു വന്ന ബസ്സിലായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട് പൊട്ടി. ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അവയ്ക്കാണെങ്കിൽ ആ ഡോങ്കിനെ കിട്ടിയ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. സോ പുള്ളി അതും പിടിച്ചോണ്ട് പിന്നെ അവയ്ക്ക് ഒട്ടും നടക്കാൻ വയ്യ. രാവിലെ മുതൽ നടക്കണ കാരണം നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് അവി. ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം സന്ധ്യ ആയ പോലെ ആയില്ലേ. ഇനിയിപ്പം ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.